കഴിഞ്ഞ തവണയും മേധാവിത്വം NDAക്ക് ഉണ്ടായിരുന്നു. ഇത്തവണ ആ മേധാവിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമുള്ളത് ഇത് തന്നെയാണ്. ഈ 10,000 രൂപ ഓരോ വീട്ടിലും സ്ത്രീകൾക്ക് നൽകി എന്നുള്ളത്. പിന്നെ ഈ മദ്യവിരുദ്ധം അത് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ബീഹാർ. കാരണം അവിടുത്തെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അവിടുത്തെ സന്നദ്ധ സംഘടനകൾ, അവരുടെയൊക്കെ ഒരു വലിയ പ്രശ്നം ഈ മദ്യം ബീഹാറിന്റെ കുടുംബങ്ങളെ തകർക്കുന്നു. കൃത്യം 8 മണിയായി വോട്ടെണ്ണൽ തുടങ്ങുകയാണ് ബീഹാറിൽ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങും. അത് ഏത് മുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് ഇനി അറിയുവാൻ ബാക്കിയുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ തുടക്ക സമയത്തെ ആ നില അവസാനം വരെ തുടരാൻ പറ്റിയിരുന്നില്ല. ആദ്യം വലിയൊരു മുന്നേറ്റം NDA കാഴ്ചവെച്ചതാണ് കഴിഞ്ഞ തവണ. പിന്നെ അത് പിന്നോട്ട് പോയിരുന്നു. മഹാഗഡ്ബന്ധൻ ഇടയ്ക്ക് ലീഡ് നേടിയിരുന്നു. 2020 ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു 2020 കണ്ടത്. അവസാനം 15 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ NDAക്ക് ഭരണം തുടരുവാൻ കഴിഞ്ഞത്. ഇത്തവണയും അതേ രീതിയിലാണോ അതോ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ NDAക്ക് ആകുമോ? ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ തന്നെ വോട്ടെണ്ണൽ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും ആദ്യ നിമിഷങ്ങളിൽ തന്നെ ആദ്യ ലീഡ് അറിയാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് 18ന്റെ വിപുലമായ നെറ്റ്വർക്ക് ബീഹാറിലെ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ട്. അവിടെ നിന്ന് കൃത്യമായിട്ട് വോട്ടെണ്ണൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. നേരത്തെ മനു സൂചിപ്പിച്ച അതേ കാര്യം, ഗ്രാമീണ ഇന്ത്യയാണ് ബീഹാറിൽ വോട്ട് ചെയ്തത്. 243-ൽ 223 സീറ്റുകളും ഗ്രാമീണ മേഖലയിലാണ്. വെറും 20 സീറ്റുകൾ മാത്രമാണ് നഗരമേഖലയിൽ ഉള്ളത് ബീഹാറിൽ എന്നുള്ളത് ബീഹാറിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമാണ്. അവിടെയാണ് സ്ത്രീകൾക്ക് നൽകിയ വലിയ വാഗ്ദാനങ്ങളും മദ്യനിരോധനം പോലെയുള്ള ഘടകങ്ങളും ഓരോ വീട്ടിലും 10,000 രൂപ നൽകിയ കാര്യവും ഒക്കെ NDA അനുകൂലമായി വരും എന്നുള്ള കാര്യത്തിൽ വിലയിരുത്തൽ വരുന്നത്. അതേസമയം കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ സംഭവിക്കും. അവിടെ ഒരു യുവ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാൻ ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് മഹാഗഡ്ബന്ധന്റെ ആത്മവിശ്വാസത്തിന് കാരണമായി നിൽക്കുന്നത്. 243-ൽ 122 എന്ന മാജിക് സംഖ്യയിലേക്ക് ആദ്യം തൊടാൻ ആർക്കാണ് കഴിയുക? 2 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ വോട്ടെണ്ണൽ ബീഹാറിൽ തുടങ്ങുന്നതിന് വേണ്ടി. ആദ്യ നിമിഷത്തിൽ തന്നെ വോട്ടെണ്ണലിന്റെ ആദ്യ ഫലസൂചന വന്നു തുടങ്ങും. 122ലേക്ക് എത്തുവാൻ ആദ്യം ആർക്ക് കഴിയും? അത് NDAക്ക് ആയിരിക്കുമോ മഹാഗഡ്ബന്ധനായിരിക്കുമോ? NDAയിൽ തന്നെ BJPക്ക് ആയിരിക്കുമോ JDUവിനായിരിക്കുമോ കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത്? അവിടെ LJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുമോ? മഹാഗഡ്ബന്ധനിൽ കോൺഗ്രസ് എത്രമാത്രം മുന്നേറും? RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയാലും കോൺഗ്രസിന് തങ്ങളുടെ ശക്തി തിരിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ഇടത് പാർട്ടികൾ നിർണായകമായ ഒരു ശക്തിയായിട്ട് മാറുന്ന ഒന്നാണ് മഹാഗഡ്ബന്ധനിൽ. ഇത്തവണയും അത് സാധിക്കുമോ? കഴിഞ്ഞ തവണ 16 സീറ്റുകൾ ഇടത് പാർട്ടികൾക്ക് കിട്ടിയതാണ്. അതിൽ CPI-ML ആയിരുന്നു ഇടത് പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്. 2 സീറ്റ് CPIക്കും 2 സീറ്റ് CPMനും കഴിഞ്ഞ തവണ കിട്ടിയതാണ്. ഈ പ്രകടനം കാഴ്ചവെക്കാൻ ഇടത് മുന്നണിക്ക് കഴിയുമോ? അതൊരു ക്ലീൻ സ്വീപ്പ് ആയിരിക്കുമോ ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്നത്? എക്സിറ്റ് പോൾ പറയുന്നത് പോലെ 150ഓളം സീറ്റുകളിലേക്കൊക്കെ വളരുവാൻ NDAക്ക് കഴിയുമോ? അതോ അട്ടിമറി നടക്കുമോ? തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുമോ? നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരുമോ? പ്രശാന്ത് കിഷോർ ഫാക്ടർ ഏത് രീതിയിലായിരിക്കും ബീഹാറിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങുന്നു. ബീഹാറിൽ തുടങ്ങിക്കഴിഞ്ഞു. രാകേഷ്, എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം ആദ്യ സൂചന? മഞ്ജുഷ, ആദ്യ സൂചനകൾ ഉടൻ പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 57,000 പോസ്റ്റൽ വോട്ടുകളുണ്ട് ബീഹാറിൽ. സ്വാഭാവികമായും പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ ശേഷമായിരിക്കും മറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്കുള്ള വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. ഏതാണ്ട് 8:30യോടുകൂടി തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീർന്ന ശേഷമായിരിക്കും മറ്റു വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. സാധാരണഗതിയിൽ പോസ്റ്റൽ വോട്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണാറുണ്ട്. പക്ഷേ ഇത്തവണ മറ്റ് സഖ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യമൊക്കെ അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീർന്നതിന് ശേഷമായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ റൂമുകളിൽ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് ഇന്ന് രാവിലെയും മഹാസഖ്യം നൽകിയിരിക്കുന്നത്. അവിടെ വോട്ട് ചോരിക്ക് പുറമെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലൊക്കെ കൃത്രിമത്വം കാണിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ മഹാഗഡ്ബന്ധൻ ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. ചില സ്ട്രോങ് റൂമുകളിൽ കറണ്ട് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. അതുകൊണ്ട് RJD നേതാക്കളും കോൺഗ്രസ് നേതാക്കളും സ്ട്രോങ് റൂമുകൾക്ക് കാവൽ നിൽക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ പാർട്ടി അണികൾക്ക് നൽകിയതാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമത്വം കാണിക്കാൻ പോവുകയാണ് BJP എന്നൊക്കെ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിലും ഒരു ശ്രദ്ധ വേണം എന്നുള്ള കാര്യം ഇന്ന് രാവിലെയും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത്